തിരുവനന്തപുരത്തേക്ക് പോവുകയാണ്. പ്രജിത്ത് ഇപ്പോൾ നമുക്കൊപ്പം ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നതിൽ. പ്രജിത്ത്, സ്വാഭാവികമായിട്ടും രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഒന്ന്, തകർന്നടിഞ്ഞു പോയ പമ്പയിലെ അയ്യപ്പ സർക്കാർ സ്പോൺസേഡ് സംഗമം, അതിന് ഒരു വലിയ ബാക്കി പത്രമുണ്ട്. ഒരുപാട് അഭിപ്രായ ഭിന്നതകൾ നടക്കുന്നുണ്ട്. വിനോദസഞ്ചാര കേന്ദ്രമാക്കാനുള്ള നീക്കങ്ങൾ നമ്മൾ ഇന്നലെ തന്നെ പ്രധാനപ്പെട്ട വാർത്തകൾ പുറത്തുവിട്ടു. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഇടത് മുന്നണിയിൽ തന്നെയുണ്ട്. ഇത് വേണ്ടായിരുന്നു എന്ന് അഭിപ്രായങ്ങൾ വന്നിട്ടുണ്ട്. AI നിർമ്മിത ആളൊഴിഞ്ഞ കസേരകളാണെന്ന് രസകരമായ വസ്തുതകൾ വന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു ബാക്കി പത്രം കൂടിയുണ്ട്. ആ ഒരു സാഹചര്യത്തിലാണ് ഇന്നത്തെ ഈ ഞങ്ങൾക്ക് പിന്നിൽ കാണുന്ന ഈ ഒരു വേദിയിൽ യഥാർത്ഥ ഭക്തസംഗമം നടക്കാൻ പോകുന്നത്. എന്താണ് വിശദാംശങ്ങൾ? ശ്യാമ, കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ കണ്ടതാണ് എങ്ങനെയാണ് സർക്കാർ നടത്തിയ അയ്യപ്പ സംഗമം എന്ന പേരിൽ സർക്കാർ നടത്തിയ ഒരു പരിപാടി. ആ പരിപാടി എത്രത്തിലാണ് CPM-നെയും സർക്കാരിനെയും തന്നെ തിരിച്ചടിയായിരിക്കുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ്. കാരണം ആദ്യഘട്ടം മുതൽ തന്നെ വിവിധ വിവാദങ്ങൾ ഉണ്ടാകുന്നു. സർക്കാർ സംവിധാനത്തിൻ്റെ ഭാഗമായി ഈ പരിപാടി നടത്തരുതെന്ന് ഹൈക്കോടതി തന്നെ പറയുന്നു. സർക്കാരിൻ്റെ പണം ചെലവഴിക്കരുതെന്ന് തുടങ്ങിയിട്ടുള്ള നിർദ്ദേശങ്ങൾ വരുന്നു. അതെല്ലാം ലംഘിക്കപ്പെടുന്നു. തുടർച്ചയായിട്ട് വലിയ വിവാദങ്ങൾ വരുന്നു. സർക്കാർ കൊണ്ടുവരുന്നവരെ പറ്റിയുള്ള വിമർശനങ്ങൾ വരുന്നു. അങ്ങനെ അതിനൊടുവിൽ പരിപാടി നടക്കുന്ന ദിവസമാകട്ടെ മൊത്തം അലങ്കോലമായിട്ടുള്ളൊരു പരിപാടി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ കഴിയും. കാരണം ആദ്യം മുതൽ തന്നെ ആളുകളുടെ കുറവ്, യഥാർത്ഥ ഭക്തരുടെ കുറവ്, സർക്കാർ ഉദ്യോഗസ്ഥരും ദേവസ്വം ജീവനക്കാരും ഒക്കെ ഇങ്ങനെ നിറഞ്ഞിരിക്കുന്ന ഒരു പരിപാടിയായി ഇത് മാറുന്നു. അവിടെ ഉണ്ടാകുന്ന സാഹചര്യം എന്ന് പറയുന്നത് മുഖ്യമന്ത്രി സംസാരിക്കുന്നതിനിടയിൽ പോലും ആളുകൾ എണീറ്റ് പോകുന്നൊരു അവസ്ഥയുണ്ടാകുന്നു. പിന്നീട് മുഖ്യമന്ത്രി സംസാരിച്ച് കഴിഞ്ഞപ്പോഴേക്കും വേദി തന്നെ ഏതാണ്ട് ശൂന്യമാകുന്ന അവസ്ഥയായി. കാരണം മുഖ്യമന്ത്രിക്കൊപ്പം മന്ത്രിമാർ പലരും വേദി വിട്ടിറങ്ങി. റോഷി അഗസ്റ്റിനെ പോലെയും കൃഷ്ണൻകുട്ടിയെയും പോലെയും സജി ചെറിയാനെയും പോലെയുള്ള മന്ത്രിമാർ വേദി വിട്ടിറങ്ങുന്നു. പിന്നാലെ തമിഴ്നാട്ടിൽ നിന്നുള്ള 2 മന്ത്രിമാർ, ദേവസ്വം മന്ത്രിയും മറ്റൊന്ന് IT മന്ത്രിയുമായിട്ടുള്ള 2 പേർ, അപ്പം തന്നെ ശശീന്ദ്രനും ഇവിടെ നിന്ന് AK ശശീന്ദ്രനും അതുപോലെ തന്നെ ദേവസ്വം മന്ത്രിയും ഒക്കെയായി ആ സദസ്സ് ചുരുങ്ങുന്ന സാഹചര്യം ഉണ്ടാകുന്നു. പിന്നീട് പരിപാടികളിലൊന്നും ആളില്ല. അതിനിടയിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റിൻ്റെ ഉദ്ഘാടന സഭയിലെ ദേവസ്വം ബോർഡ് പ്രസിഡന്റിൻ്റെ അയ്യപ്പനുള്ള മുദ്രാവാക്യം വിളി പുറത്തു വരുന്നു. അങ്ങനെ ആകെ മൊത്തം നാണക്കേടായി. പങ്കെടുത്തവരുടെ എണ്ണം മുഴുവൻ കണ്ടപ്പോൾ തന്നെ, അത് പുറത്തു വന്നപ്പോൾ തന്നെ സർക്കാരിനുണ്ടായത് വലിയ നാണക്കേട്, പാർട്ടിക്കുണ്ടായത് വലിയ നാണക്കേട്. അങ്ങനെ ആകെ മൊത്തം അലങ്കോലമായൊരു പരിപാടി. ആ പരിപാടി കൊണ്ട് ഒരു നേട്ടവുമില്ല എന്നുള്ള തിരിച്ചറിവിലാണ് ഇപ്പോൾ CPM എന്നുള്ളത്. കാരണം ഇത്തരം ഒരു പരിപാടി നടത്തേണ്ട സാഹചര്യം ഉണ്ടായിരുന്നില്ല എന്നുള്ള വിമർശനങ്ങൾ പോലും ഇപ്പോൾ പാർട്ടിയിലുണ്ട്. ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം അയ്യപ്പ സംഗമം പരാജയപ്പെട്ടു എന്നുള്ളത്. അത് എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതിൻ്റെ കണക്കുകൾ അനുസരിച്ച്, അതിൻ്റെ ലക്ഷ്യങ്ങളനുസരിച്ച്, അതിൽ നടന്നിട്ടുള്ള പ്രായോഗികമല്ലാത്ത ചർച്ചകളെ സംബന്ധിച്ച് ഇതൊക്കെ കണക്ക് കൂട്ടുമ്പോൾ അയ്യപ്പ സംഗമം പരാജയമായിരുന്നു എന്നുള്ള കാര്യത്തിൽ അത് CPM-ഉം സർക്കാരും മുന്നണിയും എല്ലാം സമ്മതിക്കുന്നുണ്ട്. പക്ഷേ വരാൻ പോകുന്ന മുന്നണി യോഗത്തിൽ ഇത് മുഖ്യമന്ത്രി വിശദീകരിക്കേണ്ടിയും വരും. എന്തുകൊണ്ട് അയ്യപ്പ സംഗമം പ്രതീക്ഷിച്ച ലക്ഷ്യത്തിലേക്ക് എത്തിയില്ല എന്നടക്കമുള്ള കാര്യങ്ങളിൽ ആ യോഗത്തിൽ ചോദ്യങ്ങൾ ഉയരുമെന്നുള്ള കാര്യത്തിലും തർക്കമില്ല. എന്തായാലും വലിയ വിമർശനം ഇപ്പോഴും സമൂഹ മാധ്യമങ്ങളിൽ നടക്കുന്നുണ്ട്. സർക്കാർ എന്താണ് ലക്ഷ്യം വെച്ചത് എന്നുള്ള ചോദ്യമാണ്. നേരത്തെ അനിൽ ചൂണ്ടിക്കാട്ടിയതുപോലെ ഇതിൽ ഏറ്റവും പ്രധാനം സർക്കാർ വീണ്ടും ശബരിമലയുടെ മണ്ടയ്ക്കൊരു ചാപ്പ കുത്താൻ നോക്കുന്നു എന്നുള്ളതാണ്. അതായത് ഇത് ഹിന്ദു ക്ഷേത്രമല്ല, ഇത് മൊത്തത്തിലുള്ള എല്ലാവരുടെയും ക്ഷേത്രമാണ്, അല്ലെങ്കിൽ ഹിന്ദു ആചാരപ്രകാരമോ അല്ലെങ്കിൽ ആ രീതിയിലുള്ളൊരു മതത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ളൊരു ക്ഷേത്രമല്ല എന്നുള്ളതാണ് പറയുന്നത്. അല്ലെങ്കിൽ എല്ലാ മതാതീതമായുള്ള ആത്മീയത എന്നൊക്കെയുള്ളൊരു പരാമർശം വീണ്ടും വീണ്ടും ആവർത്തിച്ച് മുഖ്യമന്ത്രി കൊണ്ടുവരുന്നുണ്ട്. അനിൽ ചൂണ്ടിക്കാട്ടിയതുപോലെ തന്നെയാണ് ശബരിമലയിൽ ആർക്കും വരാം, അയ്യപ്പ വിശ്വാസമുള്ള ആചാരങ്ങൾ പാലിക്കുന്ന ആർക്കും ശബരിമലയിൽ ദർശനം നടത്താം. പക്ഷേ എന്നാൽ അത് അങ്ങനെയല്ല. എല്ലാവർക്കും മറ്റ് ക്ഷേത്രങ്ങളിൽ അല്ലെങ്കിൽ മറ്റ് സംവിധാനങ്ങളിൽ പോയി ആളുകൾക്ക് പറയാൻ കഴിയാത്ത കാര്യങ്ങൾ ഇവിടെ വന്ന് ശബരിമലയുടെ മകളിൽ വീണ്ടും വീണ്ടും ചാപ്പ കുത്തുന്നു. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നമ്മൾ എന്താണ് സർക്കാർ ശബരിമലയെ ലക്ഷ്യമിടുന്നത് സംബന്ധിച്ച വാർത്തകൾ പുറത്തുവിടുന്നുണ്ട്. ഒന്ന്, ശബരിമലയിൽ പണം വാങ്ങി ഭക്തരെ ക്ലാസ്സുകളാക്കി വേർതിരിച്ച് അവർക്ക് പ്രത്യേക സൗകര്യങ്ങൾ നൽകാൻ ഒരു VIP കൾച്ചറിന് ദേവസ്വം ബോർഡ് തന്നെ പണം വാങ്ങി ആ ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുന്നതിനെ പറ്റി നമ്മൾ വാർത്ത നൽകിയതാണ്. പിന്നാലെ വീണ്ടും ശബരിമലയിലേക്കുള്ള ഈ ഹെലികോപ്റ്റർ സംവിധാനമൊക്കെ കൊണ്ടുവരുന്നതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ ജനം TV പുറത്തുവിട്ടത്. അങ്ങനെ എങ്ങനെ ശബരിമലയെ ഒരു കച്ചവട കേന്ദ്രമാക്കാമോ, ഒരു വാണിജ്യ കേന്ദ്രമാക്കാമോ, അതിനുള്ള എല്ലാ ലക്ഷ്യങ്ങളും സർക്കാർ ഒരു വശത്ത് നടത്തുന്നുണ്ട്. മറുവശത്ത് കൃത്യമായി തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്ത് വരികയാണ്. അവിടെ ഹിന്ദു വിശ്വാസികളെ ഒപ്പം നിർത്തി, ശബരിമല ഭക്തരെ ഒപ്പം നിർത്തി, അല്ലെങ്കിൽ തങ്ങൾ അവർക്കൊപ്പമാണ്, അവർ തങ്ങൾക്കൊപ്പമാണ് എന്നൊക്കെ വരുത്തി തീർക്കാനുള്ള ചില ശ്രമങ്ങൾ കൂടിയായിരുന്നു ഇത് നടന്നത്. പ്രത്യേകിച്ച് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലൊക്കെ സർക്കാരിന് കാൽക്കീഴിൽ നിന്ന് മണ്ണൊലിച്ചു പോകുന്ന ഒരു സാഹചര്യമൊക്കെ കൃത്യമായി ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇങ്ങനെ ഒരു പരിപാടി നടത്താൻ ഇറങ്ങി തിരിച്ചത്. പക്ഷേ ആ പരിപാടിയിൽ ഒട്ടും ആത്മാർത്ഥത ഇല്ലാതായിപ്പോയതിൻ്റെ ഒരു സാഹചര്യമാണ്. കൃത്യമായി ആ പ്രോഗ്രാം പൊളിഞ്ഞു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അത് സർക്കാരിന് വലിയ നാണക്കേടുമായി മാറുന്നു. അങ്ങനെ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് ഒരു വശത്തോടുകൂടി ചെറിയ ഒരു വോട്ട് ബാങ്കിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ കുറച്ച് ഭക്തരെയൊക്കെ ഒപ്പം നിർത്തി അല്ലെങ്കിൽ ബാക്കിയുള്ളവരെ കാണിച്ച് തങ്ങൾ ഭക്തർക്കെതിരല്ല അല്ലെങ്കിൽ ഭക്തർ തങ്ങൾക്കെതിരല്ല എന്ന് കാണിക്കാനുള്ള ശ്രമം അവിടെ പൂർണ്ണമായും പരാജയപ്പെട്ടു. അതോടൊപ്പമാണ് സർക്കാർ ശ്രമിച്ച മറ്റൊരു വശം എന്ന് പറയുന്നത് ശബരിമല ഒരു പണപ്പിരിവ് കേന്ദ്രമാക്കി മാറ്റുക എന്നുള്ള വലിയ ഉദ്ദേശം സർക്കാരിനുണ്ടായിരുന്നു. പ്രത്യേകിച്ച് വിദേശത്ത് നിന്നടക്കം വലിയ രീതിയിൽ ആളുകളെ എത്തിച്ച് അവരിൽ നിന്ന് വലിയ രീതിയിലുള്ളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു നിക്ഷേപമൊക്കെ സ്വീകരിച്ച്
ഒരു വേറെ രീതിയിലേക്കൊക്കെ കൊണ്ടുപോകാനുള്ള സർക്കാരിൻ്റെ ഒരു ശ്രമവും അവിടെ ഉണ്ടായിരുന്നു. അതും പൊളിഞ്ഞ് പാളീസായി എന്നുള്ളതാണ്. എന്തായാലും ഇനി സർക്കാർ ലക്ഷ്യമിടുന്നത് നമ്മൾ കഴിഞ്ഞ കുറേ നാളുകളായി ചൂണ്ടിക്കാട്ടുന്നത് പോലെ ശബരിമലയിൽ വിവിധ രീതിയിലുള്ള മാർഗ്ഗങ്ങളിലൂടെ പണപ്പിരിവ് എന്നുള്ള രീതിയിലേക്ക് തന്നെ സർക്കാർ പോകുമെന്നുള്ളതാണ്. അതിൽ പലതരത്തിലുള്ള ആശങ്കകൾ നിലനിൽക്കുന്നു. നേരത്തെ ഉണ്ടായിരുന്ന കോടതി നിർദ്ദേശങ്ങൾ പോലും ലംഘിച്ചാണ് സർക്കാർ ഇത്തരം സമീപനമായി മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ്. എന്തായാലും അയ്യപ്പ സംഗമത്തിലേറ്റ തിരിച്ചടി അത് സർക്കാരിനെ വരും ദിവസങ്ങളിൽ വലിയ രീതിയിൽ ഹോണ്ട് ചെയ്യുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പ്രത്യേകിച്ച് പ്രതിപക്ഷം അത് വലിയ വിഷയമായി ഉയർത്തിക്കഴിഞ്ഞിരുന്നു. BJP അടക്കമുള്ള സംഘടനകൾ എന്താണ് ശബരിമല അയ്യപ്പ സംഘവുമായി സർക്കാർ ഉദ്ദേശിച്ചത് എന്നുള്ള ചോദ്യം ഉയർത്തിക്കഴിഞ്ഞു. അവിടെ നടന്ന ഓരോ വീഴ്ചകളും ചൂണ്ടിക്കാട്ടിയാണ് അവിടെ നടന്ന അയ്യപ്പ വിശ്വാസത്തേക്ക് അധിക്ഷേപിക്കുന്ന രീതിയിൽ നിന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ കഴിയും. ഒരു ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കൈ ചുരുട്ടി മുദ്രാവാക്യമൊക്കെ വിളിക്കുന്നത് ഇത് പാർട്ടി സമ്മേളനമല്ല എന്നുള്ളൊരു ബോധ്യം പോലും ഇല്ലാത്ത രീതിയിലാണ് അദ്ദേഹം അവിടെ അത്തരമൊരു ചേഷ്ട കാണിച്ചതെന്നൊക്കെ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. കാരണം അതൊക്കെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ഉയരുന്നുണ്ട്. ഇതിനൊക്കെ സർക്കാർ മറുപടി പറയേണ്ടി വരും. ഒന്നെങ്കിൽ തങ്ങൾക്ക് ഈ പറയുന്ന രീതിയിലൊരു വിശ്വാസ സമ്പ്രദായത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ക്ഷേത്രത്തിൻ്റെ കാര്യങ്ങളിൽ ഇടപെടാതെ സർക്കാർ മാറി നിൽക്കണമായിരുന്നു. പക്ഷേ സർക്കാർ അതിൽ പലതവണ ഇടപെട്ടു. അതിൽ ആചാര ലംഘനത്തിന് സർക്കാർ നേതൃത്വം നൽകി. അതിനുശേഷം അത് തിരഞ്ഞെടുപ്പുകളിൽ തങ്ങൾക്ക് വലിയ തിരിച്ചടി ഉണ്ടായെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ അവിടെ തങ്ങൾ അവർക്കൊപ്പമാണ്, വിശ്വാസികൾക്കൊപ്പമാണെന്നൊക്കെ വാദിക്കാനുള്ള ശ്രമങ്ങളുമൊക്കെ സർക്കാർ നടത്തി. ഇപ്പോഴും ബാക്കിയാകുന്ന പ്രസക്തിയുള്ള പല ചോദ്യങ്ങളും അവിടെയുണ്ട്. അതിന് സർക്കാരിന് ഇപ്പോഴും മറുപടിയില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം എന്നുള്ളത്. പ്രത്യേകിച്ച് സുപ്രീം കോടതിയിലടക്കം നിലനിൽക്കുന്ന സർക്കാരിൻ്റെ സത്യവാങ്മൂലം സംബന്ധിച്ചിട്ടുള്ള നിലപാട്, യുവതീ പ്രവേശന സത്യവാങ്മൂലം സംബന്ധിച്ച നിലപാട് എന്താണ്, അതിൽ പിൻവലിക്കുമോ, കൃത്യമായൊരു നയം സർക്കാരോ മുഖ്യമന്ത്രിയോ ദേവസ്വം മന്ത്രിയോ ഇതുവരെ പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ആദ്യഘട്ടത്തിൽ ദേവസ്വം മന്ത്രി നിയമസഭയിലടക്കം അല്ലെങ്കിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഈ സംഗമത്തിന് മുന്നോടിയായി ഇതിൽ ചില ചർച്ചകളൊക്കെ വേണം, അത് തങ്ങൾ മാറ്റുന്നില്ല, അല്ലെങ്കിൽ നേരത്തെ കൊടുത്ത യുവതീ പ്രവേശനത്തിന് അനുകൂലമായി കൊടുത്ത സത്യവാങ്മൂലമൊക്കെ മാറ്റും എന്നൊരു സൂചനയോടെയൊക്കെ അദ്ദേഹം സംസാരിച്ചിരുന്നു. അത് സർക്കാരിൻ്റെയും മന്ത്രിയുടെയും ഒക്കെ അനുവാദത്തോട് മാത്രം സംസാരിക്കുന്ന ഒരാളാണ് PS പ്രശാന്ത് എന്നുള്ളത്. അപ്പോൾ അദ്ദേഹം അങ്ങനെ വാതുറന്നിട്ടുണ്ടെങ്കിൽ അതിന് അർത്ഥം അത് സർക്കാരിൽ നിന്നോ മുഖ്യമന്ത്രിയിൽ നിന്നോ അല്ലെങ്കിൽ ദേവസ്വം മന്ത്രിയിൽ നിന്നൊക്കെ ഇത്തരത്തിലൊരു സന്ദേശം നമ്മൾ കൊടുക്കണമെന്നുള്ള കൃത്യമായ ഒരു നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. എന്നാൽ പിന്നീട് നിയമസഭയിലേക്ക് വരുമ്പോൾ നിലവിൽ ശബരിമലയിൽ സർക്കാർ സ്വീകരിച്ചിരിക്കുന്ന സത്യവാങ്മൂലത്തിൽ ഒരു മാറ്റവും വരുത്തേണ്ട കാര്യം പരിശോധിച്ചിട്ടില്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരു സമീപനം. എന്തായാലും വളരെ പ്രധാനപ്പെട്ട ചില ചർച്ചകൾക്കാണ് ഈ സംഗമത്തോടു കൂടി ഇടത് മുന്നണിയിലും പാർട്ടിക്കുള്ളിലും ഒക്കെ വലിയ എന്താ പറയുക ഒരു തുടക്കം ഇട്ടിരിക്കുന്നത്. ഇത് വേണമായിരുന്നോ, അല്ലെങ്കിൽ ഇത് എന്തിനായിരുന്നു, ഇത് വെറുതെ നാണം കെടാൻ വേണ്ടിയിട്ട് ഇറങ്ങി തിരിച്ച പോലെ ആയിപ്പോയില്ലേ, നടത്തിയും പോയി. ഉദ്ദേശിച്ച കാര്യങ്ങൾ ഒന്നും നടപ്പിലാക്കാനായില്ല. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഉദ്ഘാടന പ്രസംഗം അത് നീട്ടിവെക്കേണ്ടി വരുന്നു, ആളുകൾ എത്തുന്നില്ല. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്, മലബാർ ദേവസ്വം ബോർഡ്, കൊച്ചി ദേവസ്വം ബോർഡ്, എല്ലാ ദേവസ്വം ബോർഡിലെയും ജീവനക്കാരെ കൊണ്ടുവന്നിട്ടും കസേരകൾ ഇറക്കാൻ പറ്റിയിട്ടില്ല. പത്തനംതിട്ട ജില്ലയിലെ സർക്കാർ ജീവനക്കാരെ മൊത്തം കൊണ്ടുപോയി ഇരുത്താൻ നോക്കി, പോലീസുകാരെ കൊണ്ടുവന്ന് നിറക്കാൻ പോയി, അല്ലേ? ഒരുവിധ എല്ലാ അഭ്യാസങ്ങളും നടത്തിയിട്ടും ഈ പരിപാടി വിജയിപ്പിക്കാൻ സാധിച്ചില്ല. ശ്യാമ, എനിക്ക് അറിയേണ്ടത്, ഞാൻ അത് ദിവസങ്ങളായിട്ട് ഞാൻ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. 5000 പേർക്ക് സദ്യ ഒരുക്കിയെന്നാണ് നമ്മുടെ ഇദ്ദേഹം പറഞ്ഞത്. നമ്മുടെ ഭക്ഷണം ഒരുക്കിയ പഴയിടം പറഞ്ഞത് 5000 പേർക്ക്. ഈ കണക്ക് പ്രകാരം 1000 താഴെ ആൾക്കാരേ ഉള്ളൂ. 650 പിന്നെ ഈ സിൽബന്ധികളുണ്ടല്ലോ, മന്ത്രിമാരുടെയും മുഖ്യമന്ത്രിമാരുടെയൊക്കെ. അപ്പം എല്ലാം കൂടെ 1000 പേര്. ബാക്കി ഈ 4000 പേർക്കുള്ള സദ്യ, ആ ഭക്ഷണം എന്ത് ചെയ്യും? കൊണ്ടേ ഒഴുകിയോ? അല്ല, അതിൽ ഞാൻ കാണുന്ന വേറൊരു വശമുണ്ട്. അത് ഒരു വിശ്വാസ വശം കൂടിയാണ്. കാരണം ആരാണ് ഇത് അന്നദാന പ്രഭു കൂടിയാണ് ഭഗവാൻ. ആരാണ് ഇത് നശിപ്പിക്കാൻ ശ്രമിച്ചത്? അവരെ കൊണ്ട് തന്നെ ഭക്ഷണം പമ്പാതെടുത്ത് വെച്ച് ആ സാധാരണക്കാരായ അയ്യപ്പ ഭക്തർക്ക് അന്നദാനമായി കൊടുക്കേണ്ടി വന്നു. ഈ VVIP ആളുകൾക്കൊന്നും അല്ല കൊടുത്തത്. ഭഗവാന്റെ ശക്തി എവിടെയാണെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. ഒപ്പം തന്നെ ഞാനൊരു ഫേസ്ബുക്ക് പോസ്റ്റ് കൂടി പറയുകയാണ്. നമ്മൾ ഈ സർക്കാർ അയ്യപ്പ സംഗമത്തിനെതിരെ സുപ്രീം കോടതിയിൽ ഹർജി പോയ ഒരു ഡോക്ടർ PS മഹേന്ദ്രകുമാർ, നമ്മുടെയൊക്കെ വളരെ അടുത്ത സുഹൃത്ത്, ജന TV പ്രേക്ഷകരുടെയും വളരെ പ്രിയപ്പെട്ട ഒരാളാണ് മഹേന്ദ്രകുമാർ. അദ്ദേഹം ഇന്നലെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ഒരു ബാബുവേട്ടൻ കാലനെ തപസ്സിരിക്കുക, കാലാവാ 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 എന്ന് പറഞ്ഞു. അങ്ങനെ തപസ് ചെയ്ത് സാധാരണ കാലനെങ്ങനെ ആരും തപസ് ചെയ്യാറില്ലല്ലോ. പുള്ളി പെട്ടെന്ന് ഞെട്ടി എഴുന്നേറ്റ്, ഇതാരടാ എന്നെ തപസ് ചെയ്യുന്ന പറഞ്ഞു ഓടി വന്നപ്പോ ബാബുവേട്ടനാ. അപ്പൊ ബാബുവേട്ടനോട് എന്താ വേണ്ടത്? അല്ല, അത് ഞാൻ എപ്പം മരിക്കുന്ന അറിയണമെന്ന്. അതിനെന്താ, ഞാൻ ചിത്രഗുപ്തന്റെ അടുത്ത് പോയിട്ട് പറഞ്ഞുതരാന്ന് പറഞ്ഞു. ഇല്ലില്ല, ഞാനും കൂടി വരും എന്ന് പറഞ്ഞു. അന്നാ പോവാന്ന് പറഞ്ഞു. കുട്ടി ചിത്രഗുപ്തന്റെ അടുത്ത് എത്തി. പുള്ളി ഫയലൊക്കെ മാറ്റി വെച്ച് നോക്കിയപ്പോ ഒരു സവിശേഷ സാഹചര്യത്തിൽ ആണ് മരിക്കുക എന്നുള്ളതാണ്. ഇതെന്താ സവിശേഷ സാഹചര്യം? എല്ലാവർക്കും ടെൻഷനായി. അപ്പൊ നേരെ എല്ലാവരും കൂടി ഭഗവാന്റെ അടുത്ത് പോയി, വിഷ്ണു ഭഗവാന്റെ അടുത്ത്. അപ്പൊ അവിടെ എത്തിയപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഈ ഡിപ്പാർട്ട്മെന്റ് ഒക്കെ മഹാദേവനാണ് കൈകാര്യം ചെയ്യുന്നത്, അപ്പൊ നമുക്ക് പോവാം. അങ്ങനെ ഇവരെല്ലാവരും കൂടി ബ്രഹ്മ വിഷ്ണുവും എല്ലാവരും കൂടി മഹാദേവന്റെ അടുത്ത് പോയി. അപ്പൊ മഹാദേവന്റെ അടുത്ത് പോയ സമയത്ത് അദ്ദേഹം പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ആ ഫയൽ എടുക്കാൻ പറഞ്ഞു ഗണപതിയോട്. അപ്പൊ ഇതിന്റെ ഒരു രസം കൂടിയാണ്. അപ്പൊ ഗണപതി ഫയൽ കൊണ്ട് വന്നപ്പോ അതിൽ എഴുതി വെച്ചത്
ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാര് 3 പേരും ഒരുമിച്ച് എത്തുന്ന ഒരിടം, അവിടെ വെച്ചാണ് ഇദ്ദേഹത്തിന്റെ അന്ത്യനിമിഷം എന്ന്. അതായത് വരേണ്ട ആളുകളെയൊക്കെ കൃത്യമായി തന്നെ വരേണ്ട സമയത്ത് വരുത്തുക തന്നെ ചെയ്യും. അതാണ് ഭഗവാന്റെ ശക്തിയും ഭഗവാന്റെ ലീലയും എന്ന്.